റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ അംഗീകാരത്തോടു കൂടിയും ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നൽകാതെ ഇൻകം പ്രൂഫായിട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ സാൽ സ്ലിപ്പോ ഒന്നും നൽകാതെ തന്നെ വെറും 5 മിനിറ്റിൽ താഴെ 1 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നതാണ് ട്രൂ ബാലൻസ് എന്ന ലോൺ ആപ്ലിക്കേഷന്റെ ലെവലപ്പ് ലോണുകൾ. ഈ ലെവലപ്പ് ലോണിൽ നിന്ന് ഇതിനോടകം തന്നെ ഈ യൂട്യൂബ് ചാനലിൽ വായ്പ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഈ ലെവലപ്പ് ലോണിൽ നിന്ന് ഒരു ഹയർ ലോൺ എമൗണ്ട് എടുത്ത് അത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന വരെയുള്ള ഫുൾ പ്രോസസ്സ് നിങ്ങളെ ലൈവായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ലോൺ എടുക്കുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് ശേഷം വായ്പ എടുക്കുക. കാരണം നിരവധി തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ ലഭ്യമാകാതെ വരും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കാരണം നിരവധി ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യണം. എൻ്റെ പേര് ക്ലിൻസ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾ ആദ്യമേ വായ്പ എടുക്കുമ്പോൾ വലിയ എമൗണ്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് ലോൺ, ലെവലപ്പ് ലോൺ. ഇതിൽ ലെവലപ്പ് ലോൺ ആണ് ഞാൻ എടുക്കുന്നത്. ക്യാഷ് ലോൺ ആണെങ്കിൽ നമ്മൾ ഇൻകം പ്രൂഫ് നൽകണം. എന്നാൽ ലെവലപ്പ് ലോണിലാണെങ്കിൽ നമ്മൾ ഇൻകം പ്രൂഫ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല. ഇൻകം പ്രൂഫ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഈ വായ്പ ലഭ്യമാകുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഈ ലെവലപ്പ് ലോൺ എന്നത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മേളിൽ കാണാം ലോൺ ത്രൂ RBI ലൈസൻസ്ഡ് NBFC, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാകുന്നത്. അതുകൊണ്ട് സേഫ് ആണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണുന്നത്. മുത്തൂറ്റ് പോലുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് വരെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ലഭ്യമാകുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി ഒരു ഓൺലൈൻ ലെൻഡിങ് പ്ലാറ്റ്ഫോമുകൾ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് ജെനുവിനായിട്ട് ഈ കാണുന്ന ജെനുവിനായിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് നമുക്ക് വായ്പ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ഇത് ജെനുവിനാണ്. നമുക്ക് വായ്പ എടുക്കുന്നതിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരത്തില്ല. പക്ഷേ എടുക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ലെവലപ്പ് ലോണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ലെവൽ 8 ആണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ വായ്പ എടുക്കുകയാണെങ്കിൽ വലിയ ലോണൊന്നും കിട്ടത്തില്ല, ചെറിയ എമൗണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ ലെവൽ 8 ലോണിൽ 16,086 രൂപയാണ് അവർ എനിക്ക് ലോൺ ഓഫർ ആയിട്ട് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അപ്രൂവൽ ഇൻ 5 മിനിറ്റ്സ് എന്നൊക്കെ കാണാം. നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ കാണാം ലെവൽ ലോൺ. അവിടെ 1 ലക്ഷം രൂപയാണ് നമുക്ക് വായ്പ ലഭ്യമാകുന്നത്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന ലോണുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമ്പോഴാണ് ഈ 1 ലക്ഷം രൂപ വരെയുള്ള വായ്പ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ എടുക്കുന്ന വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടക്കുമെങ്കിൽ ഹയർ ലോൺ എമൗണ്ട് ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് ദിസ് ലോൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 16,086 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ തുക എടുക്കാൻ പറ്റുന്നത് 1000 രൂപ. മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് 3.2%. 6 മാസമാണ് തിരിച്ചടവ്. 6 EMI ആണ് തിരിച്ചടവ്. അപ്പം പലിശ കൂടുതലാണ്. ഒരു മാസം 3.2% ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, 6 മാസത്തെ തിരിച്ചടവ്. അപ്പോൾ 16,086 രൂപ തന്നെയാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഇവിടെ കീപ് യുവർ ഇൻഫോ അപ് ടു ഡേറ്റ് ഫോർ ലോൺ അപ്രൂവൽ എന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പ് ആദ്യമേ ആ വായ്പ എടുക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. ലോൺ പർപ്പസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ ലെവൽ, ഹൗസിംഗ് ടൈപ്പ്, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ, ഓക്യുപ്പേഷന്, എംപ്ലോയ്മെന്റ് ടൈപ്പ്, നമ്മുടെ ജോലി, അതുപോലെ തന്നെ വർക്ക് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നല്ലൊരു സിബിൽ സ്കോർ വേണം ഈ വായ്പ ലഭ്യമാകാൻ. സിബിൽ സ്കോർ ഇല്ലെങ്കിൽ വായ്പ ലഭ്യമാവുകയില്ല. ഓക്കെ, നിങ്ങൾ സിബിൽ സ്കോർ എന്താണെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ സിബിൽ സ്കോറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുവാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്ത ഡേറ്റാസ് എല്ലാം നിങ്ങൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക. മന്ത്ലി ഇൻകം, മോഡ് ഓഫ് ഇൻകം, പ്രിഫേർഡ് ലാംഗ്വേജ്, ലോൺ എക്സ്പീരിയൻസ്, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് എടുത്ത ലോണിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അത് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ കൺഫേം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഐ കൺഫേം എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണാം യുവർ ലോൺ ഈസ് അണ്ടർ എവാലുവേഷൻ, വി ഹാവ് റിസീവ് യുവർ ലോൺ ആപ്ലിക്കേഷൻ, പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ എന്ന് കാണിക്കുക. ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. വി ഹാവ് റിസീവ് യുവർ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നിൽക്കുകയാണ് നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ്. അതായത് ഇത് ലോൺ അപ്രൂവ്ഡ് ആണെങ്കിൽ നമ്മളെ നോട്ടിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്നും കൂടെ ഈ സ്ക്രീൻ ഒന്ന് റീഫ്രഷ് ചെയ്തപ്പം കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ്, നിങ്ങളുടെ 16,086 രൂപ എന്നുള്ള ലോൺ അപ്രൂവ്ഡ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. കൺഗ്രാജുലേഷൻസ് ലോഡിങ് യുവർ ലോൺ എന്ന്. ഇവിടെ 2 ലോണാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. 5,000 രൂപ മുതൽ 7,000 രൂപ വരെയുള്ള ലോൺ. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ 16,086 രൂപ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലോൺ രണ്ടിനും സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആദ്യത്തെ ലോണാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ലോൺ ക്ലോസ് ചെയ്യാം. നോ ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ ലോണിൽ എപ്പം വേണമെങ്കിലും ലോൺ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ കൊടുക്കുവാണ്. ഓക്കെ, അപ്പം വ്യൂ ലോൺ ഡീറ്റെയിൽസ് രണ്ടാമത്തെ 16,086 അവിടെ വ്യൂ ലോൺ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 6 EMI ആണുള്ളത്. എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? 3,587 രൂപ വെച്ച് 6 മാസത്തേക്കാണ് ഞാൻ അടയ്ക്കേണ്ടത്. ഓക്കെ, ഏകദേശം 16,086 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ ഏകദേശം നമ്മൾ 21,000 രൂപയാണ് മൊത്തം ഈ 6 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നത്.
തിരിച്ചടക്കേണ്ടത്. 6 മാസം കൊണ്ടാണ് ഏകദേശം ഒരു 5000 രൂപ കൂടുതൽ വരുന്നത്. പക്ഷേ അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ വായ്പ എടുക്കുന്നെങ്കിൽ നമുക്കൊരു വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ദിസ് ഓഫർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് IFC. നമ്മൾ ഇതിനു മുമ്പ് ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് വായ്പ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലോൺ ലഭിക്കണമെങ്കിൽ. ഇനി റിസീവ് മണി എന്നുള്ള താഴെ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. റിസീവ് മണി എന്നിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം ലെവലപ്പ് ലോൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഡിസ്പേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് SBIയിൽ നിന്നൊരു മെസ്സേജും വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി എന്നുള്ള ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പം വെറും 5 മിനിറ്റിൽ താഴെ മാത്രമേ സമയം എടുത്തുള്ളൂ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ലഭ്യമാകുവാൻ. ചിലർക്കൊക്കെ ചിലപ്പോൾ 48 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നിസ്സാരമായിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വായ്പ എടുക്കാം. ചുമ്മാതെ പോയി മൊബൈൽ മേടിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കാനോ ലോൺ എടുക്കാൻ പോകല്. എടുക്കുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുക. നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ നിന്ന് വായ്പ എടുക്കുന്നതെങ്കിൽ നമ്മളുടെ KYC, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ, ജോലിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം. ഇതിന് മുമ്പ് ലോൺ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇതിന്ന് എൻ്റർ ചെയ്യേണ്ടി വരാഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ, ആദ്യമായിട്ട് ലോൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.